നോട്ട് ഓൾ ഡേയ്സ് ആർ ദ സെയിം അല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഇവന്തോ നമ്മൾക്ക് ഓൾറെഡി ആങ്സൈറ്റി ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചില ഡേയ്സ് നമുക്ക് ബാഡ് ഡേയ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ആങ്സൈറ്റി ഉള്ളവരൊക്കെ ആണെന്നാണെങ്കിൽ ആ ബാഡ് ഡേയ്സ് വരുമ്പോൾ അവരുടെ ആങ്സൈറ്റി ഒന്നുകൂടെ ഒന്ന് പീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളി ഡിസ്റെഗുലേറ്റഡ് ആയി പോവുകയാണ് ഈ ബാഡ് ഡേയ്സിൽ സംഭവിക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ ലൗഡായിട്ട് നമുക്ക് ഈ ആങ്ഷ്യസ് തോട്ടിനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റും അതിനൊരു ഭാഗമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബാഡ് ഡേ ഉണ്ടായി എന്ന് വെക്കുന്നു, അപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുകയാണ് നമ്മളെ, അപ്പോൾ നമ്മുടെ ഒന്നുകൂടെ ആ തോട്ട്സ് കൂടുതൽ ലൗഡർ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഡേയ്സ് വരുമ്പം കുറച്ചുകൂടെ നമ്മളെ സെൽഫ് സൂത്ത് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുക, ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ തോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മാറ്റാനായിട്ടും ചാലഞ്ച് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. എന്താണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനെയും ആ ഭാവിയിലേക്ക് അതിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ട്രിഗേഴ്സിനെ നമ്മൾക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ് ആവാനായിട്ടും നോക്കുക എന്നുള്ളത് തന്നെയാണ്.